ഹലോ, ഇന്ന് നമുക്കൊരു വാക്കിംഗ് ടൂർ പോയാലോ? ഒരു 1.5 കിലോമീറ്റർ നടന്ന് സ്ഥലങ്ങളൊക്കെ കാണുന്ന ഒരു ചെറിയൊരു വാക്കിംഗ് ടൂർ. നമ്മളിപ്പോൾ ഉള്ളത് ഹുത്താത്മ ചൗക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ക്വയറിലാണ്. ഇത് ഏകദേശം 1 കിലോമീറ്റർ CST ട്രെയിൻ സ്റ്റേഷൻ്റെ അവിടെ നിന്നുണ്ട്. അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടക്കുകയാണെങ്കിൽ ഗേറ്റ് ഓഫ് ഇന്ത്യ അവിടെ പോകണമെങ്കിൽ 1 കിലോമീറ്റർ തന്നെയാണുള്ളത്. ആദ്യം തന്നെ ഈ സ്ക്വയറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്ലോറ ഫൗണ്ടെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫൗണ്ടെയിനാണ്. റോമൻ ദേവതയായ ഫ്ലോറയെ ചിത്രീകരിക്കുന്ന ഈ ശില്പം 1864 നിർമ്മിച്ചത്. ഹുത്താത്മ ചൗക്ക്, അതായത് രക്തസാക്ഷി സ്ക്വയർ എന്നാണ് ഈ ഏരിയ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഹുത്താത്മ മെമ്മോറിയൽ സ്റ്റാച്യു. മഹാരാഷ്ട്ര സംസ്ഥാനത്തിലെ മറാഠി സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും ഒരു പുതിയൊരു സംസ്ഥാനം രൂപീകരിക്കണമെന്ന് പറഞ്ഞിട്ട് 1986 യുണൈറ്റഡ് മഹാരാഷ്ട്ര കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മിറ്റി നടത്തിയ പ്രകടനത്തിന് നേരെ പോലീസ് അന്ന് വെടിവെപ്പ് നടത്തിയിട്ടുണ്ടായി. അതിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയി. ഈ ഒരു സംഭവത്തിൽ നിന്നാണ് ഈ ഒരു പേര് വന്നത്. ആയി കാണുന്നതാണ് മുംബൈ ഹൈക്കോർട്ട് കേട്ടോ. മുംബൈ ഹൈക്കോർട്ടിൻ്റെ വലിയൊരു ഏരിയ ആണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിലും സൈഡിലോട്ടൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് രാജാബായി ക്ലോക്ക് ടവർ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതേപോലെ നേരെ കാണുന്നത്, അതായത് ഇപ്പോൾ കാണുന്നതാണ് മുംബൈ യൂണിവേഴ്സിറ്റി. ഈ 2 ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന ഒരു ബിൽഡിങ്ങില്ലേ, അതാണ് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മൾ ന്യൂസിലും കാര്യങ്ങളിലൊക്കെ എപ്പോഴും കാണുന്നതായിരിക്കും. ഒരുപാട് ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലുണ്ട് കേട്ടോ. ഇതാണ് സെൻറ് തോമസ് കത്തീഡ്രൽ ചൗക്ക് എന്ന് പറഞ്ഞ ഏരിയ. ഇവിടെ ഒരു പള്ളിയുണ്ട്, സെൻറ് തോമസ് എന്ന് പറഞ്ഞിട്ട്. മുംബൈ സമാചാർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്സിൻ്റെ ഓഫീസാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. കൂടുതൽ ബിൽഡിങ്ങും ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ബിൽഡിംഗ് ആയതുകൊണ്ടാണ് ആ ഒരു ആർക്കിടെക്ചർ സ്റ്റൈൽ അങ്ങനെ കാണുന്നത് കേട്ടോ. നമ്മൾ നേരെ മുന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ സെൻട്രൽ ലൈബ്രറിയാണ് കേട്ടോ. നേരെ മുന്നിൽ കാണുന്ന ആ വലിയ ബിൽഡിംഗ്, അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ സാഫൽ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ അഗ്രികൾച്ചറൽ ലോണൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. കസ്റ്റംസ് ഓഫീസ്. അതേപോലെ തന്നെ എനിക്കൊരു കൊച്ചിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രീറ്റ് കിട്ടിയിട്ട് അവിടെ. ഇവിടുത്തെ ജനറൽ പോസ്റ്റ് ഓഫീസാണ്. വലിയൊരു ബിൽഡിംഗ് ആണ്, സൈഡിലോട്ടൊക്കെ ഉണ്ട്. ഈ ഫ്രണ്ടിൽ കാണുന്ന ആ ബിൽഡിങ്ങും ജനറൽ പോസ്റ്റ് ഓഫീസിൻ്റെ ഏരിയ തന്നെയാണ് കേട്ടോ. നടന്ന് ക്ഷീണിച്ചപ്പോൾ റോഡ് സൈഡിലുള്ള ഫ്രൂട്ട്സ് മിക്സ് കഴിച്ചു കേട്ടോ. 30 രൂപയാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്.
അപ്പോൾ നടന്ന് നമ്മൾ ഏകദേശം CST ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ട്രെയിൻ സ്റ്റേഷനും ഗേറ്റ് ഓഫ് ഇന്ത്യയൊക്കെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചുകൊണ്ട് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണണം. അപ്പോൾ ഈ കാണുന്നതാണ് കബൂത്തർ ഖാന എന്നാണ് പറയുന്നത്, അതായത് പ്രാവിന് തീറ്റ കൊടുക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അതിൻ്റെ പേരും ആ പേരിൽ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തത് നമുക്ക് വരുന്നത് ധാരാവിയിൽ പോയ വീഡിയോസൊക്കെയാണ്. തീർച്ചയായും കാണണം. അതിൻ്റെ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച്.